Good morning. Today's class is about planetary gear trains. This is a kind of gear train consists of two gears mounted so that the center of one gear revolves around the center of the other. An epicyclic gear train, also known as planetary gear, consists of two gears mounted so that the center of one gear revolves around the center of the other. A carrier connects the centers of the two gears and rotates to carry one gear called the planet gear or planet pinion. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു കാരിയർ ഉണ്ട്. ഇതാണ് കാരിയർ. ഇവിടെ ഒരു ഗിയർ സെൻറ്റർ ഗിയർ ഉണ്ട്. ഇവിടെയൊക്കെ പ്ലാനറ്റ് ഗിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 സാറ്റലൈറ്റ് ഗിയേഴ്സ് പ്ലാനറ്റ് ഗിയേഴ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഗിയറിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതുമാത്രമല്ല ഈ ഒരു പുറമെ ഒരു ഗിയറിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിനുള്ളിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു കാരിയർ ആണ് ആക്ച്വലി ഈ ഒരു പ്ലാനറ്റ് ഗിയറിനെ ക്യാരി ചെയ്ത് ഈ ഒരു സെൻറ്റർ ഗിയറിനെ ബേസ് ചെയ്തിട്ട് റിവോൾവ് ചെയ്യിക്കുന്നത്. ഇതാണ് ഈ ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ കൺസെപ്റ്റ്. In the case of epicyclic gear train, the axis of shafts on which the gears are mounted may move relative to a fixed axis. അതും പോസിബിൾ ആണ്. ചില കേസിൽ സൺ ഗിയേഴ്സ് ഫിക്സഡ് ആയിരിക്കും. വേണമെങ്കിൽ സൺ ഗിയേഴ്സ് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ കാരിയർ റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാരിയർ ഫിക്സ് ചെയ്യാം. ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ കേസിലുണ്ട്. ഓക്കെ, ഇത് സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനാണ് ആക്ച്വലി ഈ ഒരു ഫിഗറിൽ കാണിച്ചത്. ഒരു സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരിയർ, ഒരു ആം എന്ന് പറയുന്ന ഒരു പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ O1നെ സെൻറ്റർ ആക്കിയിട്ട് ഒരു ഗിയർ സൺ ഗിയർ ഉണ്ട്. O2നെ സെൻറ്റർ ആക്കിയിട്ട് ഒരു പ്ലാനറ്റ് ഗിയർ ഇതിന് മുകളിലേക്ക് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ടൈപ്പ് ഗിയറാണ് ഇവിടെ അറേഞ്ച്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. എ സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ഈസ് ഷോൺ ഇൻ ഫിഗർ വെർ ഗിയർ A and the arm C have a common axis at O1 about which they can rotate. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് എ എന്ന് പറയുന്ന ഗിയറും ഈ കാരിയറും ഈ ഒരു പർട്ടിക്കുലർ O1 എന്ന് പറഞ്ഞ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് റിവോൾവ് ചെയ്യുന്നത്. ഈ എ ഇവിടെ ഇങ്ങനെ റിവോൾവ് ചെയ്യും, ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി ഈ ആമിന് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ റൊട്ടേറ്റ് ചെയ്യുക, ഇതിനെ ബേസ് ചെയ്തിട്ട്. ഇതാണ് കൺസെപ്റ്റ്. ദ ഗിയർ ബി മെഷേഴ്സ് വിത്ത് ഗിയർ എ ആൻഡ് ഹാസ് ഇറ്റ്സ് ആക്സസ് ഓൺ ദി ആം അറ്റ് O2. ശ്രദ്ധിക്കേണ്ടത് ഗിയർ ബി റൊട്ടേറ്റ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് റൊട്ടേറ്റോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനോ പോസിബിൾ ആകുന്നത് ഈ ആമിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് O2 എന്ന് പറയുന്ന ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബി റിവോൾവ് ചെയ്യുന്നത്. ഇതാണ് കൺസെപ്റ്റ്. ഇനി about which B can rotate. If the arm is fixed, the gear train is a simple and gear A can drive gear B or vice versa. ഇവിടെ ആം ഫിക്സഡ് ആണെങ്കിൽ ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുക. അത് സിമ്പിൾ ഗിയർ ട്രെയിനിൻ്റെ സെയിം മോഡലിൽ ആക്ട് ചെയ്യും. ബട്ട് ഇഫ് ദ ഗിയർ എ ഈസ് ഫിക്സ്ഡ്, എ എന്ന് പറയുന്ന ഗിയർ നമ്മൾ ഫിക്സ് ചെയ്യുവാണ്, ആൻഡ് ദെൻ ദി ആം ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ദി ആക്സിസ് ഓഫ് ഗിയർ എ ഓർ O1, then the gear B is forced to rotate upon and around the gear A. ഇനി ഈ എ എന്ന് പറയുന്ന ഗിയർ ഫിക്സഡ് ആണ്. ഇനി ഈ O1നെ ബേസ് ചെയ്തിട്ട് ഈ ആമിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യിക്കണം, ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ബി എന്ന് പറയുന്ന ഗിയർ റൊട്ടേറ്റ് ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. ദാറ്റ് മീൻസ്
ഫോഴ്സ്ഡ് ടു റൊട്ടേറ്റ് അപ്പോൺ ആൻഡ് അറൗണ്ട് ഗിയർ എ. അത് ഈ എ എന്ന് പറയുന്ന ഗിയറിന് അറൗണ്ട് ആയിട്ട് ഇതിന് മുകളിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യപ്പെടും. Such a motion is called epicyclic. Such a motion is known as epicyclic, and the gear trains arranged in such a manner that one or more of the members move upon and around another member are known as epicyclic gear trains. Epi means upon and cyclic means around. And the epicyclic gear trains may be simple or compound. എൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. സിമ്പിൾ ഗിയർ ട്രെയിൻ ആണെങ്കിൽ ഒരു ഷാഫ്റ്റിന് മുകളിൽ ഒറ്റ ഗിയറെ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതേസമയം കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണെങ്കിൽ ഒരു ഷാഫ്റ്റിൽ തന്നെ 2 ഗിയേഴ്സ് വരെ 2-3 ഗിയേഴ്സ് മൗണ്ട് ചെയ്യും. ഇതാണ് ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഒരു ഏകദേശ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ സിമ്പിൾ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, വെലോസിറ്റി റേഷ്യോ ഓഫ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഈ കേസിൽ the following 2 methods may be used for finding out the velocity ratio of the epicyclic gear train. First one, tabular method. Second one, algebraic method. ടാബുലർ മെത്തേഡാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് വെലോസിറ്റി റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഓക്കെ, ടാബുലർ മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യും. ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഓരോരോ കണ്ടീഷൻസ് കൊടുക്കുക ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലെറ്റ് ടി എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ എ ആൻഡ് ടി ബി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടീത്ത് ഓൺ ഗിയർ ബി. അപ്പോൾ ഇവിടെ പിന്നെ ഓരോരോ കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ ടേബിളിൽ കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് ആ ടേബിളിലേക്ക് മൂവ് ചെയ്യാം. ഇതാണ് ടേബിൾ. ഇവിടെ സ്റ്റെപ്പ് 1, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആം ഫിക്സ്ഡ് ഗിയർ എ റൊട്ടേറ്റ്സ് ത്രൂ +1 റെവല്യൂഷൻസ്. +1 മീൻസ് ആൻറ്റി ക്ലോക്ക് വൈസ്, 1 റെവല്യൂഷൻ ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് പോസിറ്റീവ് മോഷനായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ +1 റെവല്യൂഷൻ മീൻസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മൂവ് ചെയ്യും. ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ഞാനൊരു പ്രിലിമിനറി കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുവാണ്. ഈ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കുന്നത് ആം ഫിക്സ്ഡ്. ഈ ഇതിൻ്റെ ആം ഫിക്സഡ് ആയിട്ട് കൊടുത്തു. ആം ഫിക്സഡ് ആയിട്ട് കൊടുത്തിട്ട് ഗിയർ എ റൊട്ടേറ്റ്സ് ത്രൂ +1 റെവല്യൂഷൻസ്. അപ്പം ഗിയർ എ ഒരു കംപ്ലീറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഒരു റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ പാർട്ടിനും വരുന്ന റെവല്യൂഷൻസ് ഓഫ് ദി എലമെൻറ്റ്സ്, ഓരോ എലമെൻറ്റ്സിൻ്റെയും റെവല്യൂഷൻസാണ് നമ്മൾ ഈ ടാബുലർ കോളത്ത് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ആം ഫിക്സ്ഡ് മീൻസ് റെവല്യൂഷൻ ഓഫ് ആം ഈസ് ഈക്വൽ ടു 0. ഗിയർ എ +1 റെവല്യൂഷൻസ്, +1 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. +1 റെവല്യൂഷൻസ് മീൻസ് 1 റെവല്യൂഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പോൾ ഗിയർ ബി, ഈ എയുമായിട്ട് മെഷ് ചെയ്തിട്ടുള്ള ഗിയർ ബി നമുക്കറിയാം. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അറിയുന്നത് NA/NB ഈസ് ഈക്വൽ ടു TB/TA. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ NA+1 കൊടുക്കുകയാണ്. NA+1 കൊടുക്കുകയാണെങ്കിൽ NB ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? NB ഈസ് ഈക്വൽ ടു NB, നമ്പർ ഓഫ് റൊട്ടേഷൻ ഓഫ് ഗിയർ ബി ഈസ് ഈക്വൽ ടു NA ഇൻറ്റു TA/TB. If NA is equal to +1, then NB, NA is equal to plus means anti-clockwise rotation, then NB must be in clockwise direction. NB must be in clockwise direction. That means if the anti-clockwise rotate ചെയ്യുകയാണെങ്കിൽ this gear must be rotating in clockwise direction. ഇതാണ് കൺസെപ്റ്റ്. That means NB must be equal to negative. ഇനി NA+1 ആണ്. +1 ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ NB ഈസ് ഈക്വൽ ടു -TA/TB. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, -TA/TB. അത് ക്ലിയർ ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കുന്നത് ആം ഫിക്സ്ഡ് ഗിയർ എ റൊട്ടേറ്റ്സ് ത്രൂ +X റെവല്യൂഷൻസ്. ഇനി നമ്മൾ പിന്നെ ഈ +1 റെവല്യൂഷനെ മാറ്റിയിട്ട് അതിന് X ടൈംസ് റെവല്യൂഷൻ കൊടുക്കുകയാണ്. X എനി നമ്പർ ആവാം, എത്ര റെവല്യൂഷൻ വേണ്ടി പിന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ദെൻ അഗെയിൻ ആം ഫിക്സ്ഡ് ആണ്. Then in this particular tabular column, this this value must be equal to 0. Then gear A +X ആണ്. That means +1നെ X കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Then automatically ഗിയർ ബിയുടെ റൊട്ടേഷൻ വരുന്നത് -TA/TB ഇൻറ്റു ദിസ് വാല്യൂ ഇൻറ്റു X.
this value into x, that means minus ta by tb into x, that's equal to minus x into ta by tb. അത് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നെക്സ്റ്റ്, ആഡ് പ്ലസ് വൈ റെവല്യൂഷൻ ടു ഓൾ എലമെൻറ്റ്സ്. എല്ലാ എലമെൻറ്റ്സിലും ഞാൻ ഇനി ഒരു വൈ റെവല്യൂഷൻ ആഡ് ചെയ്യുവാണ്. പ്ലസ് വൈ റെവല്യൂഷൻ ആഡ് ചെയ്യും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ആമിന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വൈ റെവല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാണ്. ദെൻ ടോട്ടൽ മോഷൻ ഈസ് ഈക്വൽ ടു ആമിന് പ്ലസ് വൈ, ഗിയറിന് എക്സ് പ്ലസ് വൈ, ദെൻ ഗിയർ ബിക്ക് ദിസ് വൈ പ്ലസ് വൈ മൈനസ് എക്സ് ഇൻറ്റു ടി എ ബൈ ടി ബി. ഇതാണ് ടാബുലർ കോളം. ഇനി ഈ ടാബുലർ കോളത്തിന് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ ഗിവൺ കണ്ടീഷൻ തന്നിട്ടുള്ളത് ആ കണ്ടീഷൻ ഈ ഒരു വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അൺനോൺ വാല്യൂസ് നമുക്ക് പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു വാല്യൂ പിന്നെ പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു വാല്യൂ തന്നു കഴിഞ്ഞാൽ ആ വാല്യൂ ഇതിൽ അപ്ലൈ ചെയ്യുക, ഈ ഒരു ഫൈനൽ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അൺനോൺ വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് ഈസി മെത്തേഡാണ്, ടേബിൾ ഓഫ് മോഷൻ മെത്തേഡ്. Okay, next, algebraic method. In this method, the motion of each element of the epicyclic gear train relative to arm is set down in the form of equations. ഇനി നമ്മൾ സാധാരണ ആൾജിബ്രൈക് മെത്തേഡിലേക്ക് പോവുകയാണ്, ഇക്വേഷൻസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട്. ആ രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യാം. ലെറ്റ് ദി ആം സി ബി ഫിക്സ്ഡ് ഇൻ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആസ് ഷോൺ ഇൻ ഫിഗർ. Therefore, the speed of gear A relative to arm C is equal to, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് the speed of the gear A, arm fixed ആണ്, speed of the gear A relative to arm C, then that's equal to NA minus NC. അഗൈൻ എൻ സി നമുക്കിവിടെ 0 ആയിട്ട് എടുക്കാം. ആം ഫിക്സ്ഡ് ആണെങ്കിൽ എൻ സി 0 ആയിട്ട് എടുക്കും. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു സി. ദെൻ സ്പീഡ് ഓഫ് ദി ഗിയർ ബി റിലേറ്റീവ് ടു ആം സി. അഗൈൻ ബിയുടെ സ്പീഡ് റിലേറ്റീവ് ടു ദിസ് ആം, ദാറ്റ് മീൻസ് എൻ ബി മൈനസ് എൻ സി. ഇനി സിൻസ് ദ ഗിയേഴ്സ് എ ആൻഡ് ബി ആർ മെഷിങ് ഡയറക്ട്ലി, therefore they will revolve in opposite direction. അത് നമുക്കറിയാം. എ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ബി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് പിന്നെ റൊട്ടേറ്റ് ചെയ്യുക, കാരണം ഗിയർ അറേഞ്ച്മെൻ്റ് ആണ്. ദെൻ എൻ ബി മൈനസ് എൻ സി ഡിവൈഡഡ് ബൈ എൻ എ മൈനസ് എൻ സി ഈസ് ഈക്വൽ ടു, ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കും, മൈനസ് നെഗറ്റീവ് ഓഫ് ടി എ ബൈ ടി ബി. ഈ നെഗറ്റീവിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. ഈ എൻ ബി പോസിറ്റീവ് ആണെങ്കിൽ എൻ എ നെഗറ്റീവായിട്ട് കിട്ടും. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ നെഗറ്റീവ് സൈൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എൻ ബി മൈനസ് എൻ സി ഡിവൈഡ് ബൈ എൻ എ മൈനസ് എൻ സി ഈസ് ഈക്വൽ ടു മൈനസ് ടി എ ബൈ ടി ബി. സിൻസ് ദ ആം ഈസ് ഫിക്സ്ഡ്, ആം ഫിക്സ്ഡ് ആണെങ്കിൽ ഇത് സിമ്പിൾ ഗിയർ ട്രെയിൻ ആയിട്ട് മാറും. അപ്പോൾ ആം ഫിക്സ്ഡ് ആണെങ്കിൽ എൻ സി ഈസ് ഈക്വൽ ടു 0, ദാറ്റ്സ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ. നമ്മൾ യൂഷ്വൽ ഇക്വേഷൻ കിട്ടും, എൻ ബി ബൈ എൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ടി എ ബൈ ടി ബി. ഈ ഇക്വേഷൻ കിട്ടും. അത് നെഗറ്റീവ് സൈന് ജസ്റ്റ് ആ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇഫ് ദ ഗിയർ എ ഈസ് ഫിക്സ്ഡ് ദെൻ എൻ എ ഈസ് ഈക്വൽ ടു 0. ആ ഒരു കണ്ടീഷൻ മാത്രം ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. രണ്ട് കണ്ടീഷനും സൈമൾട്ടേനിയസ് ആയിട്ടല്ല, ഈ ഒരു കണ്ടീഷൻ മാത്രം ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എൻ ബി മൈനസ് എൻ സി ഡിവൈഡ് ബൈ 0 മൈനസ് എൻ സി ഈസ് ഈക്വൽ ടു മൈനസ് ടി എ ബൈ ടി ബി. ദാറ്റ്സ് ഈക്വൽ ടു എൻ ബി ബൈ എൻ സി ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ എൻ സി കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എൻ ബി മൈനസ് എൻ സി ഇസ് ഈക്വൽ ടു, ഈ മൈനസും കൂടി പ്ലസ് ആവും, എൻ സി ഇൻറ്റു ടി എ ബൈ ടി ബി. ദെൻ ഇനി ഈ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്താലും മതി, സെപ്പറേറ്റ് പിന്നെ ഇത് ചെയ്തു പോയാൽ മതി. ഇനി ഇപ്പോൾ എൻ സി കൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു, എൻ ബി ബൈ എൻ സി മൈനസ് 1 ഇസ് ഈക്വൽ ടു ടി എ ബൈ ടി ബി, ഓർ എൻ ബി ബൈ എൻ സി ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടി എ ബൈ ടി ബി. ആ ഇക്വേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എൻ ബി ബൈ എൻ സി ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടി എ ബൈ ടി ബി. അത് ഏതാണോ ഗിവൺ കണ്ടീഷൻ, നമുക്ക് തന്ന കണ്ടീഷൻ ഏതാണ്
അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യും. ഇതൊരു കോമൺ ഇക്വേഷൻ ആയിട്ട് എടുത്താൽ മതി. അതിൽ നമ്മൾ നമുക്ക് തന്ന കണ്ടീഷൻ ഗിവൺ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ രണ്ട് കണ്ടീഷൻസ് സി ഫിക്സ്ഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇഫ് ഗിയർ എ ഫിക്സ്ഡ് ആ ഒരു കണ്ടീഷനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.